ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സബ്റ്റ് ലോഞ്ച് ചെയ്യാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോഞ്ച് ചെയ്ത ആ വീടാണിത്. അപ്പോൾ അതിൽ നമ്മൾ അന്ന് വന്നേക്ക് കട്ടർ വെച്ച് കഴിഞ്ഞപ്പോൾ വെട്ടിപ്പൊളി കഴിഞ്ഞ് പൈപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി. ഇനിയിപ്പോൾ ഇന്ന് പൈപ്പ് അടിയാണ് നമുക്ക്. അപ്പോൾ നമ്മൾ അടുത്തെടുത്ത ഇതൊന്ന് കാണാം, പൈപ്പിന് വേണ്ടിയിട്ടുള്ള അടുത്ത്. അപ്പോൾ നമ്മളിങ്ങനെ കട്ടർ വെട്ടിയെടുത്ത് DB നമുക്ക് ഇവിടെ വരുന്നത് സർക്കേസിൻ്റെ ചോട്ടിലായിട്ട് വരുന്നത്. പിന്നെ പൈപ്പിൻ്റെ മേഖല വരുന്നുണ്ട് ഫോണിൽ ഇങ്ങനെ വന്നിട്ട് മെയിനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ റൂമാണ് പൈപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ TV കണ്ടുകൊണ്ട് ഇറക്കണം. ഇവിടെ ഈ TVൻ്റെ വർക്കൊക്കെ പ്ലൈവുഡിൽ ചെയ്യും. അപ്പോൾ ഒരു റൂം ഇതാണ്, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ റൂം. ചെരുവായതുകൊണ്ട് പൈപ്പ് അടി തുടങ്ങിയത്. അപ്പോൾ മാസ്കിൻ്റെ ആപ്പൊക്കെ ചുറ്റി കണ്ടർ ഒക്കെ ഇട്ട് അടുത്ത റൂമാണത്. റൂം ഏകദേശം അടിച്ച് കഴിക്കുക, പൈപ്പ് അടിച്ച് തീരുമാനമായിട്ടുണ്ട്. റൂമാണിത്. ഇത് നമ്മൾ വെട്ടി താക്കി തുടങ്ങി. ആ റൂം അടിച്ച് കഴിഞ്ഞാൽ നേരത്തേക്ക് ഇതടിച്ച് ഒക്കെ ഹാൾക്ക് ചാടിച്ചിട്ട് ഹാളിൽ ലാസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ ഇതും ഹൈറ്റ് ഉണ്ട് ചെരുവ് കാരണം. ഇതാണ് കിച്ചണില് നമ്മൾ പ്ലഗും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി വേറൊരു പ്രധാന കാര്യങ്ങൾ എന്താ വെച്ചാൽ വാഷിംഗ് മെഷീൻ എല്ലാവരും മുകളിലാണ് കൊണ്ടിടുക. വാഷിംഗ് മെഷീനൊക്കെ ഒന്നല്ലെങ്കിൽ അടുക്കളൻ്റെ പുറത്തോ, ഈ രണ്ട് സ്ഥലത്താണ് ശരിക്കും വരേണ്ടത്. പല കസ്റ്റമർ ഞങ്ങൾക്ക് അത് ടാസിന്റെ മുകളിൽ ചെയ്താണ്. ടാസിന്റെ മുകളിൽ അത്രയും കയറി പോകണം, കയറി പോകണം. അത് ഇടക്ക് ഫുള്ളാക്കി 15 ഇത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ആകുമ്പോൾ പിന്നെ നമ്മൾ അവർക്ക് കയറി ചെല്ലണം. രണ്ടാമത് വെള്ളം ഒഴിക്കണം, ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം. പിന്നെ അത് ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈം നമുക്ക് കയറി ഇറക്കാൻ വരും. ഇതാ അടുക്കളയിലാണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഡോർ ഒരു വാഷിംഗ് മെഷീനെ മേടിക്കുന്ന വെച്ചാൽ അത്രയും ബെറ്റർ. അവൻ ഈ സാധാ ആണെങ്കിലും കുഴപ്പമില്ല. സാധാ ആകുമ്പോൾ അടുക്കളയിൽ വെക്കാൻ വലിയൊരു എന്താ പറയുക. അപ്പോൾ അടുക്കള പുറത്തായിട്ട് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലായാലും ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ കയറ്റിറക്കം വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അത് പലവർന്നും പിന്നെയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്നാലും ചിലർ മതി എന്ന് പറയും. പിന്നെ ഒരു കുറേ കാലം കഴിയുമ്പോൾ പറയും അവിടെ അത് താഴത്തന്നെ നല്ല താഴത്തേക്ക് വീണ്ടും നമ്മളെ കൊണ്ട് ഒരു പ്ലഗ് അടിക്കും. അപ്പോൾ വെറുതെ ഒരു എക്സ്ട്രാ ചിലവ് വരാതിരിക്കാനാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് നമ്മളെ കസ്റ്റമറോട്. നമ്മൾ താഴെ തന്നെ അതിൻ്റെ രീതി ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. അത് ഈ ഒരു ടൈമിൽ നമുക്ക് കയറി ഇറങ്ങാനുള്ള ഊർജ്ജം ഉണ്ടാവും. പിന്നെ ആ ഊർജ്ജം ഉണ്ടാവില്ല. വയസ്സാകുന്നിടത്തോളം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് എപ്പോഴും ഒന്നല്ലേ അടുക്കളയിൽ, അല്ലെങ്കിൽ വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ വർക്ക് ഏരിയൻ്റെ പുറത്ത്, വർക്ക് ഏരിയയിൽ ഇങ്ങനെയൊക്കെ ആവാം. ഒക്കെ താഴെ ഭാഗത്തന്നെ ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പറഞ്ഞേക്കലും അലക്കലും ഒക്കെ പാടം അടുക്കളയിലാണെങ്കിൽ ഒക്കെ പാടം ഒരുമിച്ച് കഴിയും. അങ്ങനത്തെ മെത്തേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ആ ടെറസിൻ്റെ മുകളിൽ ഭയങ്കര വിഡിത്താണ് വെറുതെ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ ഓരോ കസ്റ്റമറെ ആഗ്രഹം പോലെ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഭാവിയിൽ തിരിഞ്ഞു വരും, നമ്മൾ പറഞ്ഞ ആ രീതിക്ക് തന്നെ വരും. അതേപോലെ തന്നെ നമ്മൾ 4-4 എല്ലാ ലൈറ്റ് പോയിന്റിലും വെക്കലുണ്ടോ. ലൈറ്റ് പോയിന്റ് ഒക്കെ 4-4 നമ്മൾ വെക്കല്. കാരണം എന്താ വെച്ചാൽ ഇതൊരു കാലത്ത് സ്ക്രൂ ചെയ്താണ്ട് അവിടെ പൊട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് വരില്ല. നല്ല ക്വാളിറ്റിയുള്ള 4-4 നമ്മൾ യൂസ് ചെയ്തിരിക്കണം PVC-യിൽ. ചിലവരുണ്ട് പൈസ കുറക്കാൻ വേണ്ടിയിട്ടും പണി കുറയാൻ വേണ്ടിയിട്ടും ഒരു കോബോക്സ് കയറ്റുന്നത്. കോബോക്സ് ഇതാണ് കോബോക്സ് നമ്മൾ ഇവിടെ എടുക്കുന്ന CCTV. കൂടുതൽ സർവീസ് കാര്യങ്ങളൊന്നും CCTVക്ക് ഇത് തുറക്കേണ്ട അവസ്ഥ വരില്ല. ആ ഫസ്റ്റ് മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തുറക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോൾ ഒരു ലൈന് കത്തണില്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കണമെങ്കിൽ പിന്നെ രണ്ടാമത് ഇത് കയ്യില സ്ക്രൂ ചെയ്യാൻ ആ ഡ്രൈവറൊക്കെ ഏറെ ചിലർ കയറ്റുക. അപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കാനൽ. പിന്നെ അത് നുരുമ്പാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് 4-4 ആ ബുദ്ധിമുട്ട് വരില്ല. ഇത് എന്താ കമ്പനി പറയുന്നുണ്ട് എൻ്റെ നുരുമ്പൂല കംപ്ലൈൻറ്റുകളൊന്നും വരില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇതുവരെ വെച്ചോടത്തോളമൊക്കെ നമുക്ക് അത് അങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതാണ് പൈസ കുറക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്. 4-4 ഇത് വേണ്ടോ, ഓരോന്നിനും ഓരോ തുള ഇട്ടിട്ട് വേണ്ടോ. അത് 1 ഇഞ്ചിന് 20 mm-നും 25 mm-നും ഓരോ തുള ഇട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. മറ്റും ഓൾറെഡി തുള ഈ ഹോൾസ് എല്ലാം ഉണ്ടാവും. ഈ ഹോൾസ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അത് തട്ടി കൊടുത്താൽ അങ്ങനെ തട്ടിയാൽ മതി. 1 ഇഞ്ചിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഭാഗം നോക്കി നമുക്ക് തട്ടി കൊടുത്താൽ മതി. അങ്ങനെ വരുന്നിച്ചാൽ അപ്പോൾ വലിയ ടൈം പോകില്ല. ഇതാകുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഡ്രില്ല് വെച്ച് തുറക്കുന്നു വേണം. ഡ്രില്ല് വെച്ച് തുറച്ച് കറക്റ്റാണ്. ഓരോ പൈപ്പും അതിന് കറക്റ്റായിട്ടുണ്ടോ. ഇത് തുറച്ചിങ്ങനെ വേറെ ഒന്നും വരില്ല കേട്ടോ. അത് കറക്റ്റ് വരിക കേട്ടോ. ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊന്നും വരില്ല. കറക്റ്റ് തുറയതിന് വരിക. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അതിനൊക്കെ നമുക്ക് എക്സ്പെൻസ് അറിയുന്ന ടൈം പോവാണ്. ഇതാകുമ്പോൾ നോക്കുമ്പോൾ അത്ര ടൈം വരില്ല. അപ്പോൾ പല ആൾക്കാരെ റേറ്റ് മാറ്റം വയറെങ്കിലും റേറ്റ് മാറ്റം കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു സംഭവം കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തുമ്പോൾ മാറ്റം നടത്തില്ലാതെ കുറവാണ് വേണ്ടി അടുത്ത്. അത് വരാൻ കാരണം ഇങ്ങനത്തെ എന്തെങ്കിലും ഉടായ്പ കാര്യങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ കോസ്റ്റിൽ ഓരോ സാധനം ചില അത്രയും ചെയ്യുന്നത്. അതിൽ നമ്മളൊന്നും എന്താ പറയുക, എത്ര നമുക്ക് ലോക്കൽ മതി പറഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുള്ളൂ.
പിന്നെ പ്ലംബിംഗ് ഓല് ലോക്കലാണ് ചെയ്യുന്നത് വെച്ചാൽ ഓൽക്ക് തന്നെ അതിന്റെ എഫക്റ്റ് കാണാൻ കഴിയും. ഇതാണെങ്കിൽ കാണാൻ കഴിയില്ല, കാരണം ലീക്കേജ് എവിടെയാണോ എന്താണോ ഏതാണോ എന്നും അറിയാൻ കഴിയില്ല. അങ്ങനെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ വയറിങ്ങാരെ മോശമായി അങ്ങനെ എങ്ങനെയാണ് അറിയുക, കറണ്ട് ബില്ല് കൂടുതലാണ്. അപ്പൊ നമ്മളിത് പറഞ്ഞു കൊടുത്താലും ചിലർക്ക് മറ്റേ പെരത്തരായിട്ടുള്ളൂ അല്ലെങ്കിൽ ആ പെരത്തരായിട്ടുള്ളൂ എന്നുള്ളത് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ കാരണമാണ്. റേറ്റ് കമ്മിയാക്കി എടുക്കാൻ കഴിയും. പൈപ്പ് കോ ബോക്സ് അതേമാതിരി എൻ്റെ പൈപ്പിന്റെ എണ്ണം കുറയ്ക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം ഈ ഹാളിലൊക്കെ വന്ന പൈപ്പ് പറഞ്ഞാൽ 6 പൈപ്പ് ഒരു ഭാഗത്ത് തന്നെ വരുന്നുണ്ട്, 7 പൈപ്പൊക്കെ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതിന്റെ അടിയിൽ കൂടി വരുന്നുണ്ട്, ഇവിടെ 4 പൈപ്പ്, മുകളിൽ കൂടി 6 പൈപ്പ്, ഈ ഭാഗത്ത് നിന്ന് 6 പൈപ്പ്, അങ്ങനെ അവിടെ 12 പൈപ്പ്, പിന്നെ ഇവിടെ 4 പൈപ്പ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അധികം പൈപ്പാണ്. ഇതിപ്പോ ഈ ഒരു വെറും 4 പൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഭാവിയിൽ വരൂല എന്നല്ല, എന്തായാലും വരും, തീർച്ചയായിട്ടും വരും. അപ്പൊ നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് എന്താ വെച്ചാൽ കസ്റ്റമർക്ക് ഇപ്പൊ അറിയില്ല, അവർക്ക് സ്വിച്ച് ഇട്ടാൽ കത്തണം. അപ്പൊ നാള് ഒരു വയസ്സായ ആളെ മൂപ്പര അത്രയുള്ള മൂപ്പര ഇത് എന്നുള്ളത് ആണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപാട് വയസ്സാണ്, പിരിവയറിലാണ് ഒരു ഇതുവരെ യൂസ് ചെയ്തതിന്, ഒരു പിരിവയർ വലിക്കാനാണ് അത്രയും കണ്ട പൈപ്പ് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ കാലഘട്ടം പോയി എന്നുള്ളത് മൂപ്പരെ വയസ്സിനനുസരിച്ചുള്ള ഒരു ഇത് വന്നില്ല, അതുകൊണ്ടായിരിക്കാം എന്തോ അറിയില്ല. അപ്പൊ പിരിവയർ വലിക്കാനാണ് ഇത്രയും തോന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ചോദിച്ചത്. അപ്പൊ അന്നത്തെ പണ്ടത്തെ വയറിംഗ് അല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്, ടെക്നോളജി മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കണം ഓരോ കസ്റ്റമറോടും. അതും എന്തെങ്കിലും അവർക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല, അവർക്ക് സ്വിച്ചിട്ട് ലൈറ്റ് എത്തിയാൽ മതി. ആ ഒരു മെത്തേഡാണ് പൊതുവെ നമ്മളെ ആൾക്കാർ വരുന്നത്. അപ്പൊ അതിനെ കൂടി പഠിച്ച ആൾക്കാർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തോന്നുള്ള പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അതാണ് മെയിൻ നോക്കേണ്ടത്. അപ്പൊ കറണ്ടിന്റെ കാര്യത്തിൽ ഇപ്പം നല്ല രീതിയിൽ തന്നെ ചെയ്യാം മാക്സിമം. കാരണം എന്താ വെച്ചാൽ ക്വാളിറ്റിയിലെ പൈപ്പ് കുറച്ചാലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ക്വാളിറ്റിയിൽ കുറക്കാൻ പറ്റില്ല. പൈപ്പിൽ ചിലപ്പോൾ ക്വാളിറ്റി കുറക്കാൻ കഴിയും. അത് മൊത്തം കരാർ എടുക്കുന്നവർ അങ്ങനെയൊക്കെ കാട്ടും. നമ്മൾ കസ്റ്റമർ സാധനം വാങ്ങിയിട്ട് നമ്മൾ വർക്ക് എടുക്കുക, ആ രീതിയിലാകുമ്പോൾ നമുക്ക് സാധനം അവർക്ക് ശരിക്കും കണ്ട് പരിചയപ്പെടുത്തി കൊടുക്കാനും കഴിയും. മറ്റേത് നമ്മൾ നന്നായിട്ട് കോൺടാക്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഏറ്റവും കുറഞ്ഞ കോ ബോക്സും ഇതൊക്കെ തന്നെ കയറുള്ളൂ. കാരണം ഒരു ആ രീതിയിലൊക്കെ എഫക്റ്റ് ആയി എടുത്തിട്ടുണ്ടാകും. അപ്പൊ എപ്പോഴും കറണ്ടിൽ നമ്മൾ എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി തന്നെ ചെയ്യാൻ നോക്കുക. പ്ലംബിംഗിൽ നമ്മൾ അത്ര കണ്ട് പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ അതിന്റെ എഫക്റ്റ് കാണാൻ കഴിയും. കാരണം തുള്ളി വെള്ളം ലീക്കേജ് ആണെങ്കിൽ അയ്യോ അതങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത് കാണാൻ കഴിയും. ഈ കറണ്ട് ലീക്കേജ് നമുക്ക് കണ്ടെത്തണേ ഒരുപാട് പരീക്ഷണങ്ങൾ പരീക്ഷിച്ചിട്ട് വേണം ഇത് കണ്ടെത്തണമെങ്കിൽ കാണും. അപ്പൊ ഒരുപാട് കറണ്ട് ബില്ല് പോകും, 5000 10000 ഒക്കെ ബില്ല് വരും. അപ്പൊ നമ്മൾ KCB-കാരോട് പറയാം അങ്ങനെ ഇങ്ങനെയാണ്, അതൊന്നും പറയില്ലാറല്ല. നമ്മൾ ആദ്യം തന്നെ ലൈഫാക്കി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഈ ഒരു നമുക്ക് 10 കൊല്ലത്തിന് നമുക്ക് പറയാം ഒരു കംപ്ലൈന്റ് വരില്ല, ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും.